അപ്പൊ അറബരമുട്ട് വേദിയിൽ തന്നെ തുടരുകയാണ്. ഈ ഒരുപാട് ടീമുകളെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ആദ്യം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ വെങ്ങോലയിൽ നിന്നുള്ള സ്കൂളിലെ കുട്ടികളെ കണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അവിടെ ആറ്റിങ്ങലിലെ CSA സ്കൂളിലെ അറബരമുട്ടിൽ പങ്കെടുത്ത ടീമിനെയാണ്. ഇവർ അപ്പീലൊക്കെ ആയി എത്തിയതാണ്. ഇവർ തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എത്താറുണ്ട്. പക്ഷേ ഇത്തവണത്തെ വിധി നിർണ്ണയം അത് ജില്ലാതലത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്നുള്ള അപ്പീൽ വഴി ഇപ്പോൾ സംസ്ഥാന തലത്തിലെത്തി. അപ്പോൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞു. നന്നായി ചെയ്തോ നിങ്ങൾ? നല്ലോണം ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട് ജില്ലയില് കാരണം നല്ലോണം ചെയ്തതാണ്. ജില്ലയിലെ ഈ റിസൾട്ട് വന്നതിന്റെ പ്രശ്നം കാരണമാണ് അപ്പീൽ കൊടുക്കേണ്ടി വന്നത്. ഓക്കെ, സ്റ്റേറ്റ് വന്ന് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു ചെയ്തായിരുന്നു. നന്നായി ചെയ്തല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒന്ന് ചെയ്യാമോ? ഓക്കെ, 1 2 3 4. കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളി അടിപൊളി. ഈ അറബനമുട്ടിന്റെ ഒരു ഇതിന്റെ ഒരു എന്താ സംഭവം എന്നറിയാം? ഇതിന്റെ ഏത് സമയത്ത് കളിക്കുന്നതൊക്കെ അതിന്റെ കഥ അറിയാമോ? പറഞ്ഞുതരാൻ അറിയാവുന്ന ആരാളെ? ക്യാപ്റ്റൻ അറിയാമോ? മാഷിനെ അറിയാമോ? മാഷ് എന്താ പേരെന്താ? ആഷിഖ് അലി. ഈ അറബനമുട്ടിന്റെ ഒരു സംഭവം എന്താണ്? എന്തുകൊണ്ടാണ് ഇതൊരു ഒരു റാത്തീബുമായിട്ട് ബന്ധപ്പെട്ടതാണ് അറബനമുട്ട്. ആ ഒരു മൂഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുറിച്ചുള്ള ബൈത്തുകൾ
ഒക്കെ വാഴ്ത്തിപ്പാടിയാണ് ചെയ്യുന്നത് കൂടുതൽ. അതേപോലെ തന്നെ എഴുതി പലരും പുതിയ ബൈത്തുകളും യൂസ് ചെയ്യുന്നുണ്ട്, പുതിയതായി എഴുതിയതും അതേപോലെ മുന്നേ ഉള്ളതും ഉപയോഗിക്കുന്നല്ലേ. ഇതൊരു അനുഷ്ഠാന കലയാണ്. അതെ അതെ, ഇതൊരു ഇംപ്രവൈസേഷൻ നടക്കുന്നുണ്ട് കാലാകാലങ്ങളായിട്ട്, അപ്ഡേറ്റ് നടക്കുന്നുണ്ട്, പുതിയ രീതിയിലോട്ട് മാറി മാറി വരുന്നുണ്ട്. മുഴുവനും പുതിയതായി ചെയ്യുന്നവരുണ്ട്, പഴയ ബൈത്തുകൾ അതിന്റെ തനിമ നഷ്ടപ്പെടാതെ തന്നെ ഐറ്റം കൊണ്ടുവരുന്നവരുണ്ട്. ശരി, ഓക്കെ, നഷ്ടപ്പെടാതെ തന്നെ പുതുമ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ഓക്കെ, എന്നാൽ ഈ തനിമ നിലനിർത്തുക എന്നുള്ള, പ്രത്യേകിച്ച് ഇതൊരു ഈ അനുഷ്ഠാന കല കൂടി ആവുമ്പോൾ അതിന്റെ തനിമ നിലനിർത്തേണ്ട ഒരു അനിവാര്യത കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നിലനിർത്തുന്ന ഈ കുരുന്നു പ്രതിഭകൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഈ ആദരമുട്ട് വേദിയിൽ നിന്ന് വിടവാങ്ങാം. ക്യാമറമാൻ വിനോദ് കുമാറിനോടൊപ്പം എൽദോപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18.